भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. കണ്ണനാമുണ്ണിതൻ കരുണാകടാക്ഷത്താൽ ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 680 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 74 അധ്യായത്തിൽ 44 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ പാർശ്വതന്മാരിൽ ഒരുവനായ ആ ശിശുപാലന് സുദർശനത്തെ നൽകി, നല്ല ദർശനത്തെ നൽകി അവനെ നിഗ്രഹിച്ചു. ശാപം കൊണ്ട്, സനകാദിയോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് ദ്വേഷഭക്തി അംഗീകരിച്ച ഭഗവാൻ 3 ജന്മം ആ അസുരനായും രാക്ഷസനായും ഒക്കെ പിറക്കട്ടെ എന്ന അവരുടെ ശാപത്തെ ഭഗവാൻ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ അവർ 3 ജന്മം എടുത്തപ്പോൾ ഭഗവാൻ 4 അവതാരങ്ങൾ എടുത്തു, അവരെ നിഗ്രഹാനുഗ്രഹത്തിലൂടെ തൻ്റെ പാദത്തിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ഭഗവാൻ ഹിരണ്യകശിപുവായും ഹിരണ്യാക്ഷനായും ഇവർ പിറന്നപ്പോൾ ജയവിജയന്മാരെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ അവിടെ നരസിംഹമൂർത്തിയായും സൂകരമൂർത്തിയായും അവതരിച്ചു. ശ്രീരാമനായി അവതരിച്ച് രാവണകുംഭകർണന്മാരെ നിഗ്രഹിച്ചു. ഇപ്പതാ ശിശുപാലനെ നിഗ്രഹിച്ചു. ഇനി അധികം വൈകാതെ ദന്തവക്ത്രനെയും ഭഗവാൻ നിഗ്രഹിക്കും. ശിശുപാലനെ നിഗ്രഹിച്ച ആ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ശബ്ദ കോലാഹലോപ്യാസിൽ ശിശുപാലേ ഹതേ മഹാൻ തസ്യാനുയായിനോ ഭൂപ ദുദ്രുവുർ ജീവിതൈഷിണഃ. ജീവിതൈഷിണഃ ദുദ്രുവു. ജീവിതത്തിൽ ജീവിക്കാൻ ആഗ്രഹമുള്ള ശിശുപാലന്റെ കൂട്ടുകാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. കാരണം എന്താ? ശിശുപാലേ ഹതേ, ശിശുപാലൻ കൊല്ലപ്പെട്ടപ്പോ മഹാൻ കോലാഹല ശബ്ദ, വലിയ കോലാഹല ശബ്ദമുണ്ടായി. തസ്യ അനുയായിനഃ, അവന്റെ സഹായികളായിരിക്കുന്ന ഭൂപ രാജാക്കന്മാരൊക്കെ ജീവനിൽ കൊതിയുള്ളവരായി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. കാരണം വലിയ ശക്തനാണ് ശിശുപാലൻ. ആ ശിശുപാലനെ നിഗ്രഹിച്ചിരിക്കുന്നു. ശിശുപാലന്റെ പക്ഷത്തിലുള്ള രാജാക്കന്മാരെ എങ്ങനെയെങ്കിലും ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചും കൊണ്ട് അവരെ ഓടി രക്ഷപ്പെട്ടു എന്ന് അവിടെ പറയുന്നു. സജ്ജനങ്ങൾ സാധു സാധു ജയ ജയ
എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാം നന്നായി നന്നായി ഭഗവാൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിശുപാലപക്ഷക്കാരൊക്കെ അവിടുന്ന് ഇതാ ഓടി രക്ഷപ്പെട്ടു. ഈ സന്ദർഭത്തിലാണ് ചൈദ്യദേഹോദ്ധിതം ജ്യോതിർ വാസുദേവമുപാവിശൽ. ചൈദ്യദേഹോദ്ധിതം, ചൈദ്യനിൽ നിന്നും ഉയർന്ന ഒരു ജ്യോതിസ് വാസുദേവമുപാവിശൽ, വാസുദേവനിലേക്ക് ചേർന്നു. പശ്യതാം സർവഭൂതാനാം ഉൽക്കേവ ഭുവിഘാച്യുത. ശിശുപാലന്റെ ചൈദ്യന്റെ ദേഹത്തിൽ നിന്നും ഉദ്ധിത ഉയർന്ന ജ്യോതിസ് തേജസ് ഘാത് ച്യുത ആകാശത്തിൽ നിന്ന് ഭ്രംശിച്ച് ഉൽക്കാ ഭുവീവ ഉൽക്കാ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ സർവഭൂതാനാം സകല ആളുകളും നോക്കി നിൽക്കെ പശ്യതാം വാസുദേവം ഉപാവിശൽ ഭഗവാനിലേക്ക് ചേർന്നു. ആ തേജസ് വിഷ്ണു പാർഷദ സ്വരൂപമാണെന്നാണ്. ശരീരം നശിക്കുമ്പോഴും തേജസ്സിന് നാശമില്ല, ആത്മാവ് ഒരിക്കലും നശിക്കില്ല, ദേഹം മാത്രമേ വീഴുള്ളൂ. അങ്ങനെ ആകാശത്തിൽ നിന്ന് വീഴുന്ന നക്ഷത്രാദി രൂപ തേജസ്സുള്ള ഉൽക്കകൾ എന്നതുപോലെ അത് ഭൂമിയിലേക്ക് ലയിച്ചു ചേരുന്നത് പോലെ അവിടെ ചൈദ്യഭൂപതിയായിരിക്കുന്ന ചൈദ്യരാജാവായിരിക്കുന്ന ആ ശിശുപാലന്റെ തേജസ് ഭൂപതി എന്ന് ഭഗവാനെ പറയാം അല്ലേ, ധരാപതി ഭൂമിദേവിയുടെ പതിയായ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്ന് പറയുന്നു. ഈ സന്ദർഭത്തിലാണ് ധർമ്മപുത്ര മഹാരാജാവിന് അത്ഭുതമുണ്ടാവുന്നതും ധർമ്മപുത്ര മഹാരാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി നാരദ മഹർഷി ഭഗവാനെ മുമ്പിലിരുത്തിക്കൊണ്ട് രാജസൂയ യാഗവേദിയിൽ ഹിരണ്യകശിപുവിൻ്റെ കഥ അല്ലെങ്കിൽ പ്രഹ്ലാദ ചരിത്രം നരസിംഹാവതാരം പറയണത് അത് നമ്മൾ സപ്തമസ്കന്ധത്തിൽ കേട്ടു. ഇവിടെ പറയുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ ധിയ ധ്യായം സ്തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം. ജന്മത്രയാനുഗുണിത വൈരസംരബ്ധയാ 3 ജന്മത്രയങ്ങളിൽ അനസ്യൂതമായിരിക്കുന്ന വൈരം കൊണ്ട് ആവേശിക്കപ്പെട്ട ബുദ്ധി ധിയാ ധ്യായൻ ആ ബുദ്ധി കൊണ്ട് ധ്യാനിക്കുന്നവനായി തന്മയതാം യാത ഭഗവത് സ്വരൂപത്തെ പ്രാപിച്ചു. കാരണം ഭാവഹ ഭവകാരണം എന്ന് ഭാവനയാണ് ധ്യേയാകാരവൃത്തിയായി ഭവിക്കാൻ കാരണമായി തീരുന്നത്. ശിശുപാലൻ ഭൗതികദേഹം ഉപേക്ഷിച്ചു, ആ തേജസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു, വിഷ്ണുവായി അല്ലെങ്കിൽ വിഷ്ണുവിനോട് ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചെത്തി. എങ്ങനെയാണ് ഇങ്ങനെ ഭഗവാനെക്കുറിച്ച് ശ്രീ ശിവബ്രഹ്മർഷി ധർമ്മപുത്രരുടെ വാക്കായിട്ട് നമ്മൾ കേൾപ്പിക്കുന്നുണ്ട്. ആരഭ്യ കളഭാഷണ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൃഷ്ണനെ ദ്വേഷിച്ച ആളാണ്. എന്നിട്ടും എങ്ങനെയാണ് ഈ പുണ്യം നേടാൻ സാധിച്ചത് എന്നാണെങ്കിൽ ഒരുപക്ഷെ സ്നേഹമുള്ള ഒരാളെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ സ്മരണയുണ്ടാവുക നമ്മളോട് ദേഷ്യമുള്ള ആളെ അല്ലെങ്കിൽ നാം ഒരാളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാളെ ആയിരിക്കും. അപ്പൊ ദ്വേഷമുള്ള ആളെ സ്മരിക്കുന്നത് ജനസ്വഭാവമാണ്. വൈരം ഉള്ളിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കും, സ്നേഹം അത്രത്തോളം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് വിഷ്ണു പാർഷദന്മാരായ ജയവിജയന്മാര് ദ്വേഷഭക്തി ഭഗവത് സ്മരണ ഒരിക്കലും നശിക്കാതിരിക്കാൻ ദ്വേഷഭക്തിയാണ് കുറച്ചുകൂടി ശ്രേഷ്ഠം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 3 ജന്മങ്ങളെ കൊണ്ട് ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ചു വന്നു. വൈരഭാവനയോടുകൂടി മഹാവിഷ്ണുവിനെ തന്നെ ബുദ്ധിവൃത്തി കൊണ്ട് ധ്യാനിച്ചു. നോക്കൂ, നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ച കുറച്ചു സമയം അപ്പോഴേക്കും ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. ഹിരണ്യാക്ഷന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. രാമാവതാരത്തിലോ ഭഗവാൻ കാട്ടിൽ പോയി കുറച്ചു കാലേ രാവണൻ ഭഗവാനെ സ്മരിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പതാ ഈ ശിശുപാലനായപ്പോഴോ ആരഭ്യ കളഭാഷണാൽ ഈ ജന്മത്തിൽ എങ്ങനെയായിരുന്നു, ജനിച്ച അന്ന് മുതൽ ശ്രീകൃഷ്ണനെ നിരന്തരം സ്മരിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിനെ തന്നെ ബുദ്ധിവൃത്തി കൊണ്ട് ധ്യാനിച്ചു കാലം കഴിച്ചു. ജന്മത്രയാവസാനത്തിൽ വിഷ്ണു സ്വരൂപം സായുജ്യമുക്തി കിട്ടിയെന്നാണ് ഇവിടെ പറയാറുണ്ട് ഇല്ലേ. ഈ വേട്ടാളൻ എന്നൊരു ജീവിയെക്കുറിച്ച് വേദാന്തികളൊക്കെ പറയും സ്വരൂപധ്യാനം. വേട്ടാളനെ പേടിച്ച് പുഴു എങ്ങനെയാണോ വേട്ടാളനായി തീരുന്നത് അതേപോലെ ഏതൊന്നിനെ
ധ്യാനത്തിൻ്റെ ദാർഢ്യമാണ് ധ്യേയാകാരപ്രാപ്തിക്ക് കാരണം. ഭാവോഹി ഭവ കാരണം. ധർമാർത്ഥ കാമങ്ങൾക്കൊക്കെ ഇത് അങ്ങനെ തന്നെയാണ്. മോക്ഷത്തിന് മാത്രമല്ല, നമ്മൾ എന്തിനെയാണോ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെയായി തീരും എന്ന്. ഏതിനോടാണോ നമുക്ക് ഉത്കടമായ ആഗ്രഹമുള്ളത് അത് നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്, അത്രയധികം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. ഋത്വിഭ്യ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാമദാൽ സർവാൻ സംപൂജ്യ വിധിവൽ ചക്രേവ വൃഥമേകരാട്. സദസ്യേഭ്യ സദസ്സിലുള്ളവരോടുകൂടിയ ഋത്വിഭ്യ കർമ്മം ചെയ്യുന്ന ഋത്വിക്കുകൾക്ക് വിപുലാം ദക്ഷിണാം അതാൽ വളരെ അധികരിച്ച വളരെയധികം ദക്ഷിണ നൽകി വിധിപ്രകാരം സർവാൻ സംപൂജ്യ എല്ലാവരെയും വേണ്ട പോലെ പൂജിച്ചിട്ട് ഏകരാട് അവഭൃതം ചക്രേ ഏകനായ അധിപതി ചക്രവർത്തിയായി മാറിയ ആ ധർമ്മപുത്രര് ദീക്ഷാന്ത സ്നാനം, അതിനാണ് ഔഭൃത സ്നാനം, ആറാട്ട് എന്നൊക്കെ പറയും ഇല്ലേ. അങ്ങനെ യാഗാവസാനത്തിൽ ചെയ്യേണ്ടുന്ന ഔഭൃത സ്നാനത്തെ വേണ്ട പോലെ നടത്തി. ശിശുപാലൻ കൊല്ലപ്പെട്ടപ്പോ യാഗം അതോടുകൂടി ഇതാ പൂർത്തിയായി, നിർവിഘ്നം. ശിശുപാലനൊരു വിഘ്നം ഉണ്ടാക്കാൻ പുറപ്പെട്ടുവെങ്കിലും ഭഗവാൻ അതിനെ ഇല്ലാതെയാക്കി. കർമ്മം നടത്തിയ ആളുകൾക്കും സദസ്യർക്കും തൃപ്തി വരുവോളം ദക്ഷിണ കൊടുത്തു എന്നാണ്. അവർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ദക്ഷിണ ചെയ്തു. രാജസൂയം കൊണ്ട് ഏകഛത്രാധിപതിയായി മാറി, ചക്രവർത്തിയായി മാറി. യുധിഷ്ഠിര ചക്രവർത്തി എല്ലാവരെയും വിധിപ്രകാരം സൽക്കരിച്ചു, സ്വീകരിച്ചു, പൂജിച്ചു, ദക്ഷിണ കൊടുത്തു. അവരൊക്കെ ധർമ്മപുത്രരിൽ ഏറ്റവും സംപ്രീതരായി മാറി. അത് കഴിഞ്ഞിട്ടോ സാധയിത്വാ കൃതും രാജ്ഞ കൃഷ്ണോ യോഗേശ്വരേശ്വര ഉവാസ കതിചിന്മാസാൻ സുഹൃദ്ഭിരഭിയാചിത. യോഗേശ്വര യോഗേശ്വരേശ്വരനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ യോഗഫലത്തെ നൽകുന്ന ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയ ആളുകൾക്ക് പോലും ഈശ്വരനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് യോഗേശ്വരേശ്വര എന്ന് ഭഗവാനെ പറഞ്ഞത്. ആ ശ്രീകൃഷ്ണൻ രാജ്ഞഃ കൃതും സാധയിത്വ രാജാവിന്റെ യാഗത്തെ വേണ്ട പോലെ നടത്തിയിട്ട് സുഹൃദ്ഭി അഭിയാചിത സുഹൃത്തുക്കൾ ആഗ്രഹിച്ചതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയനുസരിച്ച് അവർ യാചിച്ചതനുസരിച്ച് കതിചിൻ മാസാൻ ഉവാസ കുറേ മാസങ്ങൾ കൂടി അവിടെ ധർമ്മപുത്രരുടെ ആ പുതിയ കൊട്ടാരത്തിൽ മയനാൽ നിർമ്മിക്കപ്പെട്ട മനോഹരമായ മന്ദിരത്തിൽ മാധവൻ അവിടെ താമസിച്ചു എന്നാണ്. ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര രാജാവിന്റെ രാജസൂയയാഗം വേണ്ട പോലെ നടത്തിച്ചു. കുറെ കാലം ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞപ്പോ കുറെ കാലം കതിചിൻ മാസാൻ ഉവാസ കുറച്ചു കാലം അവിടെ സുഖമായിട്ട് ഭഗവാനും കൂടി. തതോനുജ്ഞാപ്യ രാജാനമനിച്ഛന്തമപീശ്വര യയൗ സഭാര്യ സാമാത്യ സ്വപുരം ദേവകീസുത. അതിനുശേഷം ദേവകീസുതനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഈശ്വരനായ ശ്രീകൃഷ്ണൻ അനിച്ഛന്തം അപി ഇച്ഛയില്ലാത്തവനാണെങ്കിലും രാജാവിനെ സമ്മതിപ്പിച്ചു. രാജാവിന് ഒട്ടും സന്തോഷമില്ല ഭഗവാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ, എങ്കിലും പറഞ്ഞു സന്തോഷിപ്പിച്ചു. ഇനി അവിടെ ചെന്നിട്ട് പല പ്രവർത്തികളും തനിക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് സഭാര്യ സാമാത്യ സ്വപുരം യയൗ ഭാര്യമാരോടും മന്ത്രിമാരോടും കൂടി തൻ്റെ രാജധാനിയിലേക്ക് ദ്വാരകയിലേക്ക് ഭഗവാൻ മടങ്ങിപ്പോവുകയാണ്. ധർമ്മപുത്ര മഹാരാജാവിന് ഒട്ടും സന്തോഷമില്ല. ശ്രീകൃഷ്ണൻ എന്നും തൻ്റെ കൂടെ വേണം എന്നുള്ളൊരു ചിന്തയാണ് ധർമ്മപുത്ര മഹാരാജാവിന്. പറഞ്ഞയക്കാൻ മനസ്സില്ലാത്ത ആള് എങ്കിലും മനസ്സോടുകൂടി നമ്മൾ പറയാറുണ്ട് ഇല്ലേ, അപ്പോൾ അതിനുള്ള മനസ്സില്ല, പക്ഷേ അങ്ങനെയുള്ള മനസ്സോടുകൂടി ആ മാധവനെ അവിടുന്ന് പറഞ്ഞയക്കണു അല്ലെങ്കിൽ യാത്രയാക്കണു ധർമ്മപുത്ര മഹാരാജാവ്. എന്നിട്ട് പറയുകയാണ്, വർണ്ണിതം തതുപാഖ്യാനം മയാതേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാൽ പുനഃ പുനഃ. വിപ്രശാപാൽ വൈകുണ്ഠവാസിനോ ജന്മ തത് ഉപാഖ്യാനം. ബ്രാഹ്മണ ശാപം കൊണ്ട്
വൈകുണ്ഠത്തിൽ താമസിച്ച ജയവിജയന്മാരുടെ ജനനരൂപമായ ഉപാഖ്യാനത്തെ, കഥയെ മയാതെ ബഹുവിസ്തരം പുനഃ വർണ്ണിതം, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എന്നാണ്. ഇവിടെ ബ്രാഹ്മണ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുകയും അവരെ അപമാനിച്ചാലുള്ള ദോഷത്തെ കാണിക്കുകയും ചെയ്യാണ്. വൈകുണ്ഠവാസികളായിട്ട് പോലും ജയവിജയന്മാർക്ക് ബ്രാഹ്മണരായ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായ ബ്രാഹ്മണർ, ബ്രഹ്മത്തെ അറിഞ്ഞവർ, അവരെ അപമാനിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അവർക്ക് 3 ജന്മം എടുക്കേണ്ടി വന്നു. ആ കഥ അങ്ങക്ക് ഞാൻ വീണ്ടും വീണ്ടും വിസ്തരിച്ച് പറഞ്ഞു തന്നു. പലയിടത്തും ഇത് പറയുന്നുണ്ട്. ഹിരണ്യകശിപുവിൻ്റെ കഥയില്, ഹിരണ്യാക്ഷന്റെ കഥയില് ഒക്കെ ഈ ബ്രാഹ്മണ ശാപത്തെക്കുറിച്ച് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വീണ്ടും സൂചിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, അപ്പൊ ബ്രാഹ്മണാപമാന ബുദ്ധി ഒരിക്കലും ഉണ്ടാവരുത്, സജ്ജനങ്ങളെ ഒരിക്കലും ദ്രോഹിക്കരുത്, അവരെ കളിയാക്കരുത് എന്നൊക്കെയുള്ള വലിയ സത്യത്തെ, വലിയ ഒരു ധർമ്മത്തെ അവിടെ അവതരിപ്പിക്കുകയാണ് ശ്രീ ശിവബ്രഹ്മർഷി. എന്നിട്ട് പറഞ്ഞു, രാജസൂയാവഭൃത്യേന സ്നാതോ രാജാ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ. സുരരാടിവ ശുശുഭേ. സുരരാട് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. ആരാ? രാജാ യുധിഷ്ഠിര. രാജാവായ യുധിഷ്ഠിരൻ രാജസൂയത്തിന്റെ ആ ദീക്ഷാന്ത കർമ്മം, അവഭൃത സ്നാനം, സ്നാതഹ, ആ സ്നാനം ചെയ്ത് ബ്രാഹ്മണരും ക്ഷത്രിയന്മാരും നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിന്റെ മധ്യത്തിൽ സുരരാട് ഇവ, സാക്ഷാൽ ദേവേന്ദ്രനെ എന്നതുപോലെ, ദേവന്മാരുടെ ഇടയിൽ ദേവേന്ദ്രൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ധർമ്മപുത്രര് ദേവേന്ദ്രനെ പോലെ മിന്നിത്തിളങ്ങി എന്ന് സൂചിപ്പിക്കും. രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഘേചരാ കൃഷ്ണം ക്രതും ച ശംസന്ത സ്വധാമാനി യയുർമുദാ. രാജാവിനാൽ സഭാജിത, സൽക്കരിക്കപ്പെട്ട സുരമാനവഘേചര, ദേവന്മാര്, മനുഷ്യര്, അങ്ങനെയുള്ള സർവേ എല്ലാവരും, ദേവന്മാരും അവരുടെ ഭൂതഗണങ്ങൾ, സുരമാനവഘേചര എല്ലാവരും മുദാ, സന്തോഷത്തോടുകൂടി കൃഷ്ണം ക്രതും ച, കൃഷ്ണനെയും യാഗത്തെയും പ്രശംസിച്ചും കൊണ്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. നോക്കൂ, ശ്രീകൃഷ്ണന്റെ പ്രഭാവം, രാജാവിൻ്റെ ആ ഭഗവാനുള്ള ഭക്തി, യാഗത്തിൻ്റെ മഹത്വം, ഇതൊക്കെ എല്ലാവരും, ദേവന്മാരും മനുഷ്യരും ദേവഗണങ്ങളും ഒക്കെ തന്നെ അതിനെ അംഗീകരിച്ചു, അവര് അനുമോദിച്ചു, ആശീർവദിച്ചു. അവരിതാ യാഗത്തിൻ്റെ ആ യോഗ്യത, അതിനെക്കുറിച്ചും ഗംഭീരമായിട്ട് പ്രശംസിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി എന്നും പറയണം. ഇങ്ങനെ എല്ലാവർക്കും സന്തോഷത്തെയും അതേപോലത്തെ ആനന്ദത്തെയും ഭഗവത് ദർശനം കൊണ്ടുണ്ടായ വലിയ സന്തോഷം, അതൊക്കെ ചേർന്ന് ഭക്തി പാരവശ്യം കൊണ്ട് എല്ലാവരും ഇത് നന്നായി നന്നായി നന്നായി, ധർമ്മപുത്ര മഹാരാജാവിൻ്റെ രാജസൂയം ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായം കൊണ്ട് ഏറ്റവും ഗംഭീരമായി കൃഷ്ണൻ ജയിക്കട്ടെ, ധർമ്മജൻ ജയിക്കട്ടെ എന്നൊക്കെ അവർ സ്തുതിക്കുകയും പാടുകയും ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദുര്യോധനമൃതേ പാപം കലിം കുരുകുലാമയം യോ നസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യതാം യാ പാണ്ഡുസുതസ്യാ സ്ഫീതാം താം ശ്രിയം നസേഹേ. എല്ലാവരും ഇതിനെ അംഗീകരിച്ചപ്പോൾ, സന്തോഷിച്ചപ്പോൾ ഒരാൾക്ക് മാത്രം ഇത് സഹിച്ചില്ല. ആരാ? യാതൊരുത്തൻ യുധിഷ്ഠിരന്റെ വർദ്ധിച്ചിരിക്കുന്ന താം ശ്രിയം, ആ ശ്രീയെ കണ്ടിട്ട് നസേഹേ, സഹിച്ചില്ല. ആർക്കാത്? പാപം കുരുകുലാമയം കലിം ദുര്യോധനം ഋതേ. ആരൊഴിച്ച്? ദുര്യോധനൻ ഒഴിച്ച്. ദുര്യോധനൻ ആരാണെന്നാ പറയുന്നത്? പാപിയാണ്, ധർമ്മദ്വേഷിയാണ്. കുരുകുലാമയം, കുരുകുലത്തിന് ആമയമാണ്, കുരുവംശത്തിന്റെ നാശത്തിന് കാരണമാകുന്ന വലിയ രോഗമാണ് ഈ ദുര്യോധനൻ. പിന്നെ കലിയുടെ അംശമാണ്.
അപ്പം അതുകൊണ്ട് എല്ലാവരും ധർമ്മപുത്രരുടെ യാഗത്തെ അംഗീകരിക്കുകയും ആ ഐശ്വര്യ സമൃദ്ധിയെ, ഭാഗ്യവിശേഷത്തെ, ഭഗവത് ഭക്തിയെ, ഭഗവാൻ ധർമ്മപുത്രരിൽ കാണിക്കുന്ന ഭക്തവാത്സല്യത്തെ ഒക്കെ പ്രശംസിച്ച് സന്തോഷിച്ച് തിരിച്ചു പോയപ്പോ കുരുവംശത്തെ നശിപ്പിക്കുന്ന കലിയുടെ അംശമായ ശരീരത്തെ നശിപ്പിക്കുന്നതാണ് രോഗം. കുരുകുലത്തിന്റെ രോഗമാണ് ഈ ദുര്യോധനൻ, കുരുകുലത്തിന്റെ യോഗമാണ് ഈ ദുര്യോധനൻ. നമ്മൾ പറയില്ലേ, കുരുകുലത്തിന്റെ ഒരു യോഗം, അതിന് കാരണമായിട്ട് തീർന്നു ഈ ദുര്യോധനൻ. ദുര്യോധനന് മാത്രം ഈ അഭിവൃദ്ധി ഒട്ടും തന്നെ സഹിച്ചില്ല. അസൂയ ഉള്ളിലങ്ങ് നിറഞ്ഞപ്പോഴേ മറ്റൊരാൾക്ക് ആനന്ദവും ഐശ്വര്യം ഉണ്ടാവുന്നത് കാണുകയും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യണമെങ്കിൽ നല്ല മനസ്ഥിതിയുള്ള ആളുകൾക്കേ സാധിക്കുള്ളൂ. ദുര്യോധനൻ അതുണ്ടായില്ല. ദുര്യോധനന് ഒട്ടും തന്നെ ഇത് സഹിച്ചില്ല എന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, യൈദം കീർത്തയേദ് വിഷ്ണോ കർമ്മചൈദ്യവധാദികം രാജമോക്ഷം പിതാനം ച സർവപാപൈ പ്രമുച്യത്തെ. വിഷ്ണോ ചൈദ്യവധാദികം ഇതം കർമ്മ. വിഷ്ണുവിൻ്റെ ചൈദ്യവതിയായ ശിശുപാലനെ നിഗ്രഹിക്കുക അടക്കമുള്ള ഈ പ്രവൃത്തിയെ, കർമ്മത്തെ, രാജമോക്ഷം, രാജാക്കന്മാരെ മോചിപ്പിച്ചത്, വിതാനം ച യാഗം, ഇതൊന്നും ആ ദുര്യോധനന് ഇഷ്ടായില്ല. പക്ഷേ ഇതിനെ വേണ്ടതുപോലെ ഭജിക്കുന്ന ആളുകൾക്ക് യാ കീർത്തയൽ, ആരാണോ കീർത്തിക്കുന്നത്, സ സർവൈ പാപൈ പ്രമുച്യത്തെ, അവൻ എല്ലാ പാപജാലങ്ങളിൽ നിന്നും മോചനം നേടുന്നു എന്ന് പറയുകയാണ്. ഭഗവാന്റെ പ്രഭയെ, ഭഗവാന്റെ പ്രഭാവത്തെ, ഭഗവാന്റെ ഈ പ്രവൃത്തികളെ ആരാണോ വേണ്ടതുപോലെ അനുമോദിക്കുന്നത്, ശ്രവിക്കുന്നത്, ആരാണോ ഇതിനെ പഠിക്കുന്നത്, പാടുന്നത്, അവർക്കൊക്കെ സംസാര മോചനം നേടാനായിട്ട് സാധിക്കും. സകല പാപങ്ങളും തീരും. ജരാസന്ധനെ നിഗ്രഹിച്ചത് അതും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഭീമസേനന് സാധിച്ചത്, അല്ലേ? ജരാസന്ധനെ കൊല്ലാൻ പോയപ്പോ പറഞ്ഞു, ന ശക്തോഹം ജരാസന്ധം നിർജയിതും യുധി മാധവ എന്ന് പറഞ്ഞ ആളാണ് ഭീമസേനൻ. ഭഗവാൻ അനുഗ്രഹിച്ചതോടുകൂടി, വർദ്ധിത വീര്യത്തോടുകൂടി ജരാസന്ധനെ കൊല്ലാൻ സാധിച്ചു. അങ്ങനെ ഈ കഥയെ ആരാണോ സന്തോഷപൂർവം കീർത്തിക്കുന്നത് അയാളുടെ സകല പാപങ്ങളും തീരും. സർവപാപൈ വിമുച്യത്തെ, എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ശ്രീശുബ്രഹ്മർഷി ശിശുപാലവധം എന്ന് അറിയപ്പെടുന്ന ദശമസ്കന്ധത്തിലെ 74 അധ്യായം സമർപ്പിക്കുന്നത്. നമുക്കും ഇന്ന് സമർപ്പിക്കാം. നാളെ ദുര്യോധനന്റെ അസൂയ കൊണ്ടുണ്ടായ മാനഭംഗത്തെക്കുറിച്ച് പറയുന്ന രംഗമാണ് 75 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ രംഗങ്ങളൊക്കെ നാളെ അനുസ്മരിക്കാം. ഇപ്പൊ ഭഗവത് പാദങ്ങളിൽ ഭക്തിപൂർവം സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം
ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയെ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.